എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മുദ്രയെക്കുറിച്ചാണ്. സൂക്ഷ്മസ്ഥൂല ശരീരങ്ങളെ ചേർത്തിണക്കുവാനും പ്രാണശക്തിയെ സംരക്ഷിക്കുവാനും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും സഹായകമാണ് മുദ്രകൾ. ഹാക്കിനി മുദ്ര ഇങ്ങനെയാണ് പിടിക്കുന്നത്. എല്ലാ വിരലിന്റെയും ടിപ്പ് ടച്ച് ചെയ്യുന്നു. 3 വിരല് മുകളിലേക്കും ചെറുവിരല് നേരെ മുന്നിലേക്ക്, തള്ളവിരല് നമ്മുടെ ശരീരത്തോട് ഫേസ് ചെയ്യുക. അങ്ങനെ നമ്മൾ താഴെ റിലാക്സ്ഡ് ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പത്മാസനത്തിലൊക്കെ ഇരുന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ താഴെ ഇരിക്കുന്ന അങ്ങനെ ഇരിക്കാം. സുഖാസനത്തിൽ ഇരുന്നിട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്യാം. എല്ലാ മുദ്രാസും ഒരു 15 മിനിറ്റെങ്കിലും ചെയ്യുന്നതാണ് അതിന് എഫക്റ്റ് കിട്ടുക. ഹാക്കിനി മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ടു ഷാർപ്പൻ ദി ബ്രെയിൻ. നമ്മുടെ ബ്രെയിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും. റൈറ്റ് ഹെമിസ്ഫിയറിലാണെങ്കിൽ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ അങ്ങനെയൊക്കെയാണ് റൈറ്റ് ഹെമിസ്ഫിയർ വർക്ക് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണെങ്കിൽ മാത്സ്, സയൻസ്, റൈറ്റിംഗ് അതൊക്കെയാണ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ. അപ്പം ഈ 2 ഹെമിസ്ഫിയറിനെയും ഒന്നും കൂടെ പവർഫുൾ ആക്കാൻ ഭയങ്കര എഫക്റ്റീവ് ആണ് ഹാക്കിനി മുദ്ര എന്ന് പറയുന്നത്. കാരണം ഈ എല്ലാ ഫിംഗർ ടിപ്സും ആണ് ഇങ്ങനെ ടച്ച് ചെയ്യുന്നത്. സുജോക്ക് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിലും ഈ ഒരു ഭാഗത്താണ് ബ്രെയിൻ എന്ന് പറയുന്ന പോയിന്റ് കാണിക്കുന്നത്. സുജോക്ക് കൊറിയൻ ട്രീറ്റ്മെന്റ് ആണ്. നമ്മുടെ ഫുൾ ശരീരത്തിന്റെ മിനിയേച്ചർ രൂപമാണ് കൈപ്പത്തി. എല്ലാ വിരലുകളുടെയും ടിപ്പ് ബ്രെയിനിന്റെ കറസ്പോണ്ടന്റ് പോയിന്റ് ആണ്. ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലാണ് കുറച്ചും കൂടെ എഫക്റ്റീവ്. കുട്ടികൾക്കൊക്കെ നമുക്കിത് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കാം. കോൺസെൻട്രേഷൻ വർദ്ധിക്കും. പിന്നെ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് വരെ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഹാക്കിനി മുദ്ര ഡെയിലി ഒരു 15 മിനിറ്റ് എങ്കിലും ചെയ്താൽ ഈ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അടുത്തതാണ് ഭൈരവ മുദ്ര. ലെഫ്റ്റ് കൈ താഴെ വെക്കുന്നു, ലെഫ്റ്റ്, റൈറ്റ് മുകളിലേക്ക്. ഇങ്ങനെയാണ് ഭൈരവ മുദ്ര. ഇതും സെയിം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ബ്രെയിൻ ഒക്കെ ഒന്നും കൂടെ ഷാർപ്പൻ ആവും, കോൺസെൻട്രേഷൻ വർദ്ധിക്കും. അത് കൂടാതെ ഒരുപാട് ഓർഗൻസിനും നല്ലതാണ്. ലിവർ, ഗാൾ ബ്ലാഡർ, സ്റ്റൊമക്, സ്പ്ലീൻ, അങ്ങനെ എല്ലാ പാൻക്രിയാസ്, എല്ലാ ഓർഗൻസിനും വളരെ നല്ലതാണ് ഭൈരവ മുദ്ര. മെയിൻ ആയിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഒന്നും കൂടെ ഷാർപ്പൻ ആവും, ബാലൻസ്ഡ് ആവും. ഇതൊക്കെ കുട്ടികൾക്കും കൂടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അടുത്തതാണ് ജ്ഞാനമുദ്ര. ജ്ഞാനമുദ്ര മലർത്തിയാണ് പിടിക്കേണ്ടത്. കമഴ്ത്തി പിടിക്കുമ്പം അതിന്റെ എഫക്റ്റ് വേറെ ആയിരിക്കും. മലർത്തി തന്നെ കാലിന്റെ മുകളിൽ വെക്കുക. തള്ളവിരലും ചൂണ്ടുവിരലിന്റെയും ടിപ്പാണ് ടച്ച് ചെയ്യുന്നത്. ജ്ഞാനമുദ്ര സ്ട്രെസ് കുറയ്ക്കും. അതുപോലെ നല്ല ഉറക്കം കിട്ടാനും പിന്നെ കോൺസെൻട്രേഷൻ വർദ്ധിക്കാനും ഡിപ്രഷൻ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് ജ്ഞാനമുദ്ര. നമ്മൾ പൊതുവെ ഒട്ടുമിക്ക മെഡിറ്റേഷൻസ് ചെയ്യുമ്പോഴും ജ്ഞാനമുദ്ര പിടിക്കാറുണ്ട്. 2 കൈയും ജ്ഞാനമുദ്രയിൽ മലർത്തി വെക്കുക. അടുത്തതാണ് മൂർത്തി മുദ്ര. കൈ രണ്ടും ക്രോസ് ചെയ്യുന്നു, ചെറുവിരൽ സൈഡിലേക്ക് ഫേസ് ചെയ്യുക. മൂർത്തി മുദ്ര റിലാക്സേഷൻ, മൈൻഡ് റിലാക്സേഷൻ തരുന്നതാണ്. ഇപ്പം ഒരുപാട് ടെൻഷൻ, സ്ട്രെസ് ആ സമയത്ത് ചെയ്യാം.
അതേപോലെ എക്സാം സ്ട്രെസ് ഉള്ള സമയത്ത്, കുട്ടികൾക്ക് എക്സാമിന്റെ ടെൻഷൻ ഒക്കെ ഉള്ള സമയത്ത് ചെയ്യാവുന്നതാണ്. ഓവർ തിങ്കർ ആയിട്ടുള്ളവർക്കും ഇത് ചെയ്യാം. ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നവർക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് മൂർത്തി മുദ്ര. അടുത്തത് ലോട്ടസ് മുദ്ര. കൈ ഇങ്ങനെ ടച്ച് ചെയ്യുന്നു, ചെറുവിരൽ എൻഡ് ഇങ്ങനെ ടച്ച് ചെയ്യുക, ടിപ്പ് ഇങ്ങനെ ടച്ച് ചെയ്യുന്നു, അതേപോലെ തള്ളവിരലിന്റെ സൈഡും ടച്ച് ചെയ്യുന്നു. ലോട്ടസ് മുദ്ര. കൈകൾ വിടർത്തി വെക്കുക. ബോഡി പ്യൂരിഫിക്കേഷൻ, ബോഡി പ്യൂരിഫൈ ചെയ്യാനും മൈൻഡ് റിലാക്സ് ചെയ്യാനും മൈൻഡ് ബാലൻസ് സ്റ്റേജിലേക്ക് എത്തിക്കാനും, അതേപോലെ ഫീവർ, അൾസർ ഉള്ളവർ ഇത് ചെയ്യുന്നത് നല്ലതാണ്. ഫീവർ കുറയാനും അൾസർ ഇല്ലാണ്ടിരിക്കാനും ഉള്ളവർക്കും അത് ക്യൂർ ചെയ്യാനും നല്ലതാണ് ലോട്ടസ് മുദ്ര. മൈൻഡ് ഇപ്പം റിലാക്സേഷൻ എന്ന് പറഞ്ഞു, അതേപോലെ മൈൻഡ് ബാലൻസ് ആവുമെന്ന് പറഞ്ഞു, അതേപോലെ ലവിങ് നേച്ചറും ഉണ്ടാവും. ഇപ്പം വളരെ ഹാർഷായിട്ട് പെരുമാറുന്ന ഒരാളാണ്, ഭയങ്കര ഹാർഷായിട്ടുള്ള മൈൻഡുള്ള ഒരാളൊക്കെ ഇത് ചെയ്യുവാണെങ്കിൽ കുറച്ച് ലവിങ് ക്യാരക്ടർ ആൾക്കുണ്ടാവും. അടുത്തതാണ് പ്രാണമുദ്ര. ചെറുവിരലും മോതിര വിരലും അതേപോലെ തമ്പിന്റെ ടിപ്പും മാത്രം ടച്ച് ചെയ്യുന്നു. നേരെ മുന്നിലേക്കാണ് വെക്കുന്നത്. കുറച്ചും കൂടെ എനർജി തരും, ഇമ്മ്യൂണിറ്റി കൂട്ടും. പ്രാണ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ലൈഫ് ആയിട്ട് റിലേറ്റഡ് ആണ്. ഇമ്മ്യൂണിറ്റി കൂട്ടും, എനർജി തോന്നിക്കും, അതേപോലെ കണ്ണിന്റെ പവർ വർദ്ധിപ്പിക്കാനും നല്ലതാണ്. അടുത്തത് നാഗമുദ്രയാണ്. റൈറ്റ് ഹാൻഡ് മുകളിൽ, ലെഫ്റ്റ് ഹാൻഡ് താഴെ വരുന്നു. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡിന്റെ തള്ളവിരല് റൈറ്റ് ഹാൻഡിന്റെ ചൂണ്ടുവിരലിന്റെ മുകളിലായിട്ട് ടച്ച് ചെയ്യുന്നു. ചൂണ്ടുവിരലിന്റെ മുകളിലായിട്ട് ടച്ച് ചെയ്യുന്നു. റൈറ്റ് ഹാൻഡ് അതിന്റെ മുകളിൽ ക്രോസ് ചെയ്ത് വെക്കുന്നു. ക്രോസ് ചെയ്ത് വെക്കുമ്പോൾ മോതിര വിരലിന്റെ മുകളിലായിട്ടാണ് വരിക. റൈറ്റ് ഹാൻഡിന്റെ മോതിര വിരലിന്റെ മുകളിലായിട്ടായിരിക്കും വരുന്നത്. എന്നുവെച്ചാൽ അവിടെ ടച്ച് ചെയ്യണമെന്നില്ല, മോതിര വിരലിന്റെ അവിടെ ടച്ച് ചെയ്യണമെന്നില്ല. ഒരുപാട് പ്രഷർ കൊടുക്കരുത്. മുദ്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്രഷറും കൊടുക്കരുത്. പ്രഷർ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. നമുക്ക് ഫിസിക്കലായിട്ട് സ്ട്രെങ്ത് ഉണ്ടാവുന്നു, അതേപോലെ മൈൻഡ് സ്റ്റേബിൾ ആവുന്നു. ക്ലാരിറ്റി, മൈൻഡിന് ക്ലാരിറ്റി തരാനും സ്റ്റേബിൾ ആവാനും ഫിസിക്കൽ സ്ട്രെങ്ത് കിട്ടാനും പിന്നെ ടെൻഷൻ കുറയാനും നല്ലതാണ് നാഗമുദ്ര. അടുത്തതാണ് ഡീടോസിഫിക്കേഷൻ മുദ്ര. തള്ളവിരല് നമ്മുടെ മോതിര വിരലും അതേപോലെ നടുവിരലിനെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ്, ചെറിയ ഗ്യാപ്പ്, അവിടെയാണ് പ്രസ് ചെയ്യുന്നത്. ഇവിടെ ആയിട്ടാണ് പ്രസ് ചെയ്യുന്നത്. രണ്ട് കൈയിലും ചെയ്യാം. നമ്മുടെ ശരീരത്തിലുള്ള ഡീടോസിഫിക്കേഷൻ, ശരീരത്തിലുള്ള എല്ലാ ടോക്സിൻസ്, വിഷാംശങ്ങൾ, ഏത് രീതിയിലുള്ള വിഷാംശങ്ങളും നമ്മുടെ ശരീരത്തുണ്ടോ അതൊക്കെ മാറ്റാൻ, പ്യൂരിഫൈ ചെയ്യാനാണ്. മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി നമ്മളെ കംപ്ലീറ്റ് പ്യൂരിഫൈ ചെയ്യാൻ, ശരീരത്തെ എല്ലാ ടോക്സിൻസിനെയും കളയാനും അതേപോലെ മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ടാണ്
ഡീടോസിഫിക്കേഷൻ മുദ്ര. ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ബാഡ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ തോട്ട്സോ എന്തെങ്കിലും മുന്നത്തെ എന്തെങ്കിലും മെമ്മറീസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഡീടോസിഫിക്കേഷൻ മുദ്ര വളരെ നല്ലതാണ്.